ഹലോ ഗൈസ്, ഞങ്ങളെ തുഷാരഗിരിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ ഒരു ചേട്ടനെ പരിചയപ്പെടാൻ ഇട വന്നു. അദ്ദേഹം ഇവിടെ ഒരു റബ്ബർ വെട്ടുന്ന സിസ്റ്റം കാണിക്കുകയാണ്. അതെങ്ങനെ വെട്ടുന്ന രീതി എന്ന് കാണിക്കും. വളരെ ഒരു പ്രത്യേക ടൈപ്പുള്ള കത്തി. ഇതെല്ലാവരും കണ്ടോളൂ. റബ്ബറൊക്കെ നമ്മൾ കേരളത്തിൽ യഥേഷ്ടം കാണുന്ന ഒരു കാർഷിക ഉൽപ്പന്നമാണെന്നുണ്ടെങ്കിൽ പോലും, കാർഷിക മേഖലയാണെങ്കിൽ പോലും ഇത് വെട്ടുന്ന രീതി എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. കണ്ടില്ലേ, ഇതിപ്പോ സാധാരണ താഴത്തല്ലേ കേട്ടോ ഉണ്ടാവാറുള്ളത്. ഇതിന്റെ മുകളിലിട്ട് അടിപ്പാല് കുറവാ. അപ്പൊ എങ്ങനെയാ മരച്ചു പറഞ്ഞ പാലുണ്ടാവില്ല. ഇത് ഏത് മാസം ഏറ്റവും കൂടുതൽ പാലുണ്ടാവുന്ന സമയത്ത്? അതല്ലേ. എന്താ ഏട്ടന്റെ പേരെന്താ? ബേബി. എവിടെ വീട് എവിടെയാ? അതെ, ഇത് ഏട്ടൻ തന്നെയാണോ? ഏട്ടന്റെ നിങ്ങളതാണോ ഇത്? പകുതി പകുതി എന്ന് പറഞ്ഞാൽ പകുതി നിങ്ങൾക്ക് എടുക്ക പറ്റിയെടുക്ക, പകുതി എടുക്കും. അതല്ല അതെ, പാലുള്ളപ്പോ കുഴപ്പമില്ല. ഇത് രാവിലെ സാധാരണ എല്ലാരും പുലർച്ചെയല്ലേ? അതെ അതെല്ലേ. ഇതിപ്പോ മരത്തിന്റെ ഒരു ഹാഫ് ഭാഗത്തേക്ക് കൂടി ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കല്ലേ. എന്നിട്ട് ഇതിന് എന്താ ചിരട്ട എവിടെ? ഇതിന്റെ ചിരട്ട ഇവിടെ വെച്ചിട്ടില്ലേ? ഈ ചിരട്ടയിൽ പാല് വന്നോ വീണോ? ചാടുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത്രയുള്ള വെട്ടാൻ പണി? 2 മിനിറ്റ് കൊണ്ട് തീർന്നു. അതെ. അപ്പൊ ഇതിന് ഇനിയിപ്പോ തുടങ്ങണം ഇത് വെട്ടുണ്ട്. അപ്പൊ ഇതിന് ചത്തിട്ടൊക്കെ ചാടി കിടക്കുന്നുണ്ടല്ലോ. ഏട്ടൻ ഈ മേഖലയിൽ വന്നിട്ട് കുറെ കാലമായോ? എവിടെയാ ശരിക്കും സ്വദേശം എവിടെയാ? ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ക്ലിപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ. ഇതാണ്, ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടി അല്ലേ? ഓക്കെ. അപ്പൊ ഇത് വെട്ടേണ്ട മരത്തിന്റെ ഏകദേശം ഭാഗം നോക്കിയിട്ടാണ് ഇത് കിട്ടുന്നത് അല്ലേ? ഇത് സാധാരണ നമ്മള് പ്ലാസ്റ്റിക് റബ്ബറാ അല്ല, അതല്ല, ഈ ചിരട്ട പ്ലാസ്റ്റിക്കിന്റെ ചിരട്ടയാണ്. ഇതിന് അതിനകത്തേക്ക് വെക്കും. ഇനിയിപ്പോ നാളെ രാവിലെ നിങ്ങൾ ഈ സമയത്താണ് വരിക? അത് വൈകിട്ടോ? ഒന്നരാടെ വിട്ടു. അപ്പൊ മറ്റന്നാൾ വരെ ആ പാലിങ്ങനെ ഒഴുകി വരുന്നതാണല്ലേ. വളരെ നല്ലൊരു രസമുള്ള ഒരു കാഴ്ചയാണ്. ഇതിലേക്ക് വന്നിട്ട് ഈ സാധനത്തിന് എന്താ പറയാ? ഇതിനെന്താ പറയാ? ചില്ല്. ഇതിനെ ഒഴുകിയിട്ട് എങ്ങനെ? അപ്പൊ ഈ വരുന്ന വഴി ഇങ്ങനെ ചെത്തണ്ടേ? ആ ഒരു കാന പോലെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പൊ ഇതിനകത്തൊരു ചിരട്ട നിറയെ ഉണ്ടാവോ? അത് ചിരട്ട അപ്പൊ ഇതിനകത്ത് വീണിട്ട് ഇപ്പൊ ഉറക്കില്ലേ? അപ്പൊ ഉറക്കുമ്പോ പിന്നെ എങ്ങനെയാ നമുക്ക് തട്ടിയ കിട്ടുന്നത്? പൊളിച്ചിട്ട് എടുക്കാം. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്താ ചെയ്യാ? കിലോക്ക് 115 ഉണ്ട്. അതെ. അല്ല, ഇത് എങ്ങനെയാ അപ്പൊ ഷീറ്റ് ആക്കി? ഇതിനകത്ത് മെഷീൻ ഉണ്ട്. ഇതിനകത്ത് മെഷീനാണത്? അതെ. അപ്പൊ ഇതിനകത്ത് വേറെ കെമിക്കലും കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ലേ? അതെയോ? ഓക്കെ. നമുക്ക് ഇതാണ് ആ മെഷീന്റെ ഒന്ന്. ഹലോ ഗൈസ്, നമ്മളെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ വെച്ചത് ഇവിടെയാണ്. വളരെ ഈ മെഷീൻ എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ റോഡിന്റെ പക്കത്തൊക്കെ കാണുന്ന കരിമ്പടിക്കുന്ന മെഷീന്റെ സെയിം സാധനം തന്നെയാണുള്ളത്. കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന അതേ സെയിം മെഷീൻ തന്നെയാണല്ലോ അത്. ഇത് കൈകൊണ്ട് തിരിക്കുകയാണ് ചെയ്യുക അല്ലെ? മോട്ടറില്ല, കൈകൊണ്ട്. അതെ. അപ്പൊ ഞാൻ ഷീറ്റ് ഇല്ലാതെ ഒന്ന് തിരിച്ചു നോക്കട്ടെ. വളരെ സിമ്പിളാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഇതിനകത്ത് ഷീറ്റ് കയറ്റിയിട്ട് ഇങ്ങനെ തിരിക്കുന്ന സിസ്റ്റമാണ് തോന്നുന്നുണ്ട്. എന്തായാലും
ടെക്നോളജി. നമ്മളെ പണ്ടൊക്കെ കോട്ടയം, കൊല്ലം ആ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ റബ്ബറിന്റെ വ്യവസായം ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ കേരളത്തിലും വളരെ ഒരുപാട് ഒട്ടനവധി മേഖലകളിൽ ഇതുണ്ട്, ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഏട്ടാ, ഇത് ശരിക്കും റബ്ബർ എന്ന് പറഞ്ഞ ഒരു ലാഭകരമായ ഒരു കൃഷി തന്നെയാണല്ലേ? ലാഭമാണ്. പാലിന് നമ്മൾ കാര്യമായിട്ട് വലിയൊരു ചെലവ് അങ്ങോട്ടില്ല, ഈ വെട്ടുന്നൊരു ചെലവ് മാത്രമേ വരുന്നുള്ളൂ. ഇതിപ്പോ എത്ര വർഷം പഴക്കം വന്ന മരം? 35 വർഷം ഈ മരത്തിന് അല്ലേ? അപ്പൊ അത് ആ ഒരു ഒറ്റ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ എന്താ? അപ്പൊ ഇതിന് വളം കൊടുക്കേണ്ട ഇതൊന്നുമില്ല വർഷത്തിന്? ഓക്കെ. എന്തായാലും ബേബേട്ട പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഓക്കെ. അല്ല, ബേബിന്റെ പേര് അവൻ ബേബേട്ടാ, ഇത് റബ്ബർ വെച്ച് കഴിഞ്ഞാല് ഈ പാല് വരണം എന്നുണ്ടെങ്കിൽ എത്ര വർഷം എടുക്കും? 7 വർഷം ആവും അല്ലേ? 7 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഒരു 6 to 7 വർഷം. ഈ 7 വർഷത്തിൽ പാല് വരാൻ തുടങ്ങി കഴിഞ്ഞാല് കൊല്ലത്തില് എല്ലാ ദിവസവും ഉണ്ടാവും വെട്ടല്? ഒന്നരാണ്. അപ്പം മാറി മാറി വെട്ടും. അതായത് 365 ദിവസവും മാറി മാറി വെട്ടും അല്ലേ? അത് ഒരു മരം ഏകദേശം എത്ര വർഷം ഉണ്ടാവും? 40 വർഷം വരെ ഒരു മരം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ പ്ലാന്റേഷൻ നടത്തണം അല്ലേ? വെട്ടുന്നത് വൃത്തി ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പം വേറെ നമുക്ക് വേറെ ചെലവോ കാര്യങ്ങളോ എങ്ങനെ വരുന്നുണ്ട്? കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വളം ചെയ്താൽ മതി. ഓക്കെ. ഏകദേശം ഒരു മരത്തിൽ നിന്ന് നമുക്ക് ഒരു മാസം എത്ര ഏകദേശം നമുക്ക് എത്ര ഒരു ഐഡിയ? പാട്ട കൊടുക്കുന്നവര് നമ്മളൊന്നും അറിയണ്ട, മലയാളിമാര് ഒരു മരത്തിന് 300-350 രൂപ ഇങ്ങനെ. 10 ദിവസം വെട്ടിയാൽ നഷ്ടമുണ്ടെങ്കിൽ ചട്ടിക്കുണ്ടാവും 400 കിട്ടും. എന്തായാലും ദേവേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന് വളരെ വലിയ നന്ദി. വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു.